ഹായ് ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോൾ കുറച്ചായിട്ട് വ്ളോഗൊന്നും മതിയാർക്കിടാൻ പറ്റില്ല. വ്ളോഗ് എന്നല്ല, ഷോർട്സ് തന്നെ മതിയാർക്കൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. എന്താ വെച്ചാൽ കുറച്ച് ബിസിയും കാര്യങ്ങളൊക്കെ ആയി പോയതുകൊണ്ട് ഒന്നും മതിയാർക്കിടാൻ പറ്റില്ല. ഇന്ന് തന്നെ ഞാനൊരു വ്ളോഗ് ഒരു വ്ളോഗ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ അത് കംപ്ലീറ്റ് അല്ല. ഞാനിപ്പോൾ ഇട്ട കുറച്ച് വീഡിയോസ് ഒന്നും കംപ്ലീറ്റ് അല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചു അങ്ങനെ എന്താ പറയുക, അവിടെ ഇവിടെയും തൊട്ട് ഓരോ വ്ളോഗ് എടുത്തിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ട് കാര്യമില്ല എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാനിപ്പോൾ അങ്ങനെ വ്ളോഗ് എടുക്കാത്തത്. പക്ഷേ വ്ളോഗ് എടുക്കാനുള്ള ഒന്നാമത് സമയം കിട്ടലില്ല. അങ്ങനത്തെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബിസി ആയി പോകുന്നതുകൊണ്ട് തന്നെ വ്ളോഗ് എടുക്കാനുള്ള സമയം കിട്ടൽ തന്നെ ഇല്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് രാവിലെ ഇങ്ങനെ ചോദിച്ചു എന്തായാലും വേണ്ടില്ല ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വ്ളോഗൊക്കെ ഇൻട്രോയൊക്കെ കൊടുത്ത് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേങ്കിൽ എന്താ പറയുക, ആ ഇൻട്രോ തന്നെയാണുള്ളൂ, ബാക്കിയൊന്നും ഇല്ല. ബാക്കി എന്ന് പറയാൻ ഒന്നുമില്ല. ഈ ഇൻട്രോ മാത്രം എൻ്റെ എടുത്ത് വെച്ചത്. ഞാൻ ഇന്ന് വൈകുന്നേരം വന്ന് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായി വ്ളോഗ് എന്ന് പറയാൻ അതിലൊന്നുമില്ല, ഇൻട്രോ അല്ലാണ്ട് വേറൊരു സംഭവം ഇല്ല. അപ്പോൾ എന്താ പറയുക, ഞാൻ റമദാൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ ഡെയിലി വ്ളോഗ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചത് 30 ദിവസവും ഡെയിലി വ്ളോഗായിട്ട് അങ്ങനെ സെറ്റായിട്ട് പോകാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായത്. പക്ഷേങ്കിൽ അത് നടന്നിക്കില്ല. എന്താ പറയുക, നടന്നിക്കില്ല. അതന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് അങ്ങനെ 30 ദിവസവും ഡെയിലി വ്ളോഗ് റമദാൻ സീരിയസ് ആയിട്ട് ചെയ്യണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ നടന്നിക്കില്ല. നോക്കിയിട്ട് കാര്യമില്ല. അങ്ങനെ പിന്നെ ഞാൻ നല്ല ബിസി ആയി പോയതുകൊണ്ടാണ്. അങ്ങനെ ഞാൻ ഇങ്ങനെ പോകുന്ന തിരക്കിലൊക്കെ ഞാൻ വിചാരിക്കും വ്ളോഗ് എടുത്തിടാം, അങ്ങനെ ചെയ്യാനായിരിക്കും. പക്ഷെ അങ്ങനെ പോകുന്ന ആ പോക്കിൽ വ്ളോഗ് എടുക്കാനും മാത്രമുള്ള ഒരു സംഭവങ്ങളും ഇല്ല. എന്തെങ്കിലും ഒന്ന് വ്ളോഗിൽ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും ഒരു സംഭവങ്ങൾ വേണ്ടേ, അതൊന്നും ആ വ്ളോഗിൽ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വ്ളോഗ് അപ്ലോഡ് ചെയ്യാത്തത്. പിന്നെയെന്ന് പറയാൻ ഷോർട്സ് ആണെങ്കിൽ പിന്നെയും ഈ ഒരു പോകുന്ന പോക്കിൽ ഷോർട്സ് എന്തെങ്കിലുമൊക്കെ നമുക്ക് തട്ടിയും മുട്ടിയും കിട്ടും. പക്ഷെ വ്ളോഗ് അങ്ങനെ കിട്ടൂലല്ലോ. എന്താ പറയുക, അങ്ങനെ കിട്ടലില്ല എനിക്ക്. പക്ഷെ ഭയങ്കരമായിട്ട് ഈ റമദാൻ സീരീസ് മിസ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഇങ്ങനെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ കമൻസിലൂടെയും അല്ലാണ്ടൊക്കെ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ മെസ്സേജ് അയക്കലുണ്ട്, ഡെയിലി വ്ളോഗ് ചെയ്തുകൂടെ, ഡെയിലി വ്ളോഗ് ഇടണം, റമദാൻ സീരീസ് ഇടണം എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമുണ്ട് കേൾക്കും. കാരണം നമ്മളെ വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളതുകൊണ്ടാണല്ലോ അവരങ്ങനെ പറയുന്നത് എന്നർക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. പക്ഷേങ്കിൽ എനിക്ക് സോറി ഗൈസ്, ചെയ്യാനിപ്പം സമയം കിട്ടലില്ല എന്ന് പറയാം. ഞാനിപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ ഷോപ്പ് തുടങ്ങിയതൊക്കെ കുറച്ച് ആൾക്കാരെങ്കിലും അറിയുന്നുണ്ടാവും, എന്നെ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ അവളെ ഫോളോ ചെയ്യുന്ന കുറച്ച് ആൾക്കാരൊക്കെ അറിയുന്നുണ്ടാവും. അപ്പം അങ്ങനെ അതിൻ്റെ കുറച്ച് എന്താ പറയുക തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോവാണ്. അപ്പം ഞാൻ രാവിലെ അവളുടെ ഷോപ്പിൽ പോകുന്നുണ്ട്. അങ്ങനെ ഷോപ്പിൽ പോയ ഒരു 6 മണിയാകുമ്പോൾ ഞാൻ തിരിച്ചു വരിക. അത്ര നേരം ഞാൻ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വ്ളോഗോ കാര്യങ്ങളോ എടുക്കാനുള്ള സംഭവം ഇല്ല. പിന്നെയെന്ന് വെച്ചാൽ അതിലങ്ങനെ കാണിക്കാൻ മാത്രം ഒന്നുമില്ല, നമ്മൾ ഇങ്ങനെ ഷോപ്പിൻ്റെ ഉള്ളിലല്ലേ. അപ്പോൾ എന്ന് പറയുമ്പോൾ വ്ളോഗ് എടുക്കാൻ ഒരു സാധനങ്ങളും ഇല്ല, ഒരു സംഭവങ്ങളും ഇല്ല. അപ്പോൾ പിന്നെ വ്ളോഗ് എടുക്കാണ്ടിരിക്കുന്നത്. പിന്നെ ഈ രാവിലെ എണീച്ചിട്ട് പോന്നു. പിന്നെ അതേപോലെ വൈകുന്നേരം ഒരു 7 മണിയാകുമ്പോൾ 6 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങി 7 മണിയാകുമ്പോൾ തിരിച്ചെത്തുക. കൽപ്പറ്റയിലാണ്. അപ്പം ഞാൻ അവിടുന്ന് 6 മണിക്ക് ഇറങ്ങും, ഒരു 6:10 ബസ്. അത് കഴിഞ്ഞ് 7 മണിയാകുമ്പോഴത്തേനാണ് വീട്ടിലെത്തുക. അപ്പോൾ അത് കഴിഞ്ഞ് എന്താ പറയുക, റമദാൻ ഫുഡും കാര്യങ്ങളും കാണിച്ചു തരാനോ അല്ലെങ്കിൽ എന്താ പറയുക കഴിക്കുന്ന അതൊന്നും എടുക്കാൻ പറ്റില്ല. കാരണം പെട്ടെന്ന് വരുന്ന ആ ഒരു വരുത്തത്തിൽ ഫുഡ് കഴിക്കുന്നു, കിടക്കുന്നു, പിന്നെ രാവിലെ ആവുന്നത് എണീച്ചിട്ട് പോന്നി, ഇതന്നെയാണ് സംഭവം. ഇതന്നെ അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മാസം, അതായത് ഒരു മാസമെങ്കിലും ഞാൻ എന്തായാലും അവിടെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഇൻഷാ അള്ളാ കുറച്ച് കഴിയുമ്പോഴത്തേന് ഒരു എന്താ പറയുക ഡെയിലി വ്ളോഗൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇപ്പം എന്തായാലും ഡെയിലി വ്ളോഗ് എന്തായാലും എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡെയിലി വ്ളോഗ് ചെയ്യാം. പക്ഷേ എങ്കിൽ ഇപ്പം ഡെയിലി വ്ളോഗിൽ ആവില്ല. അപ്പം ഇത് കഴിഞ്ഞ് കുറച്ചെല്ലാം കഴിയുമ്പോഴത്തേന് എന്തായാലും ഈ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ഒരു 1 മന്ത് ആ ഒരു ഗ്യാപ്പ് കഴിയുമ്പോഴത്തേന് എന്തായാലും ഡെയിലി വ്ളോഗൊക്കെ ചെയ്ത് സെറ്റ് ആക്കണമെന്നുണ്ട്. ഇൻഷാല്ലാ ഡെയിലി വ്ളോഗൊക്കെ ചെയ്യണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡെയിലി വ്ളോഗ്. ഇനിയിപ്പം നമ്മൾ പെരുന്നാളായി, പെരുന്നാളിലെ സംഭവങ്ങളും പർച്ചേസും കാര്യങ്ങളും ഒക്കെ കാണിച്ചിടാം. ഇനിയിപ്പം നമുക്ക് പെരുന്നാളായി ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഡ്രസ്സ് എടുക്കുന്ന ആ പർച്ചേസ് വ്ളോഗൊക്കെ എന്തായാലും ഞാൻ കാണിച്ചു തരും. ഇനി മോക്കെടുക്കണം, എനിക്കെടുക്കണം, അതിൻ്റെയൊക്കെ വ്ളോഗ് എന്തായാലും ഞാൻ എടുക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ കാണിച്ചു തരാം. പിന്നെയെന്ന് വെച്ചാൽ എന്തെല്ലാം പറയണമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത് കേട്ടോ. കുറച്ച് സംസാരിക്കാൻ എന്താ വെച്ചാൽ ഇപ്പോൾ വ്ളോഗ് ചെയ്യുന്നില്ലല്ലോ, അപ്പോൾ കുറച്ചിങ്ങനെ സംസാരിച്ചിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. പക്ഷേ എങ്കിൽ എന്തെല്ലോ ഹാലായിപ്പോയി. എൻ്റെ മുഖം കാണുമ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, കുറച്ച് ലിപ്സ്റ്റിക് ഇട്ടിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. എന്താ വെച്ചാൽ ആ ഒരു ക്ഷീണം അത്ര അങ്ങ് അറിയണ്ട വെച്ചിട്ട് കണ്ണൊക്കെ ഇങ്ങനെ അങ്ങെത്തിയിരിക്കണം. ഉറങ്ങണമെന്നല്ലാണ്ട് വേറെ ഒന്നുമില്ല. രാവിലെ പോവും, ഒരു 8 മണിയാകുമ്പോൾ പോവും, 9 മണിയാകുമ്പോഴത്തേനും അവിടെ എത്തും. പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ അത് കഴിഞ്ഞൊരു 6 മണിക്ക് ഇറങ്ങും, 7 മണിക്ക് എത്തും, പിന്നെ കിടക്കും. ഇതന്നെ സംഭവം. അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഒരു എന്താ പറയുക, ഭയങ്കര ഒരു നമ്മളങ്ങനെ നിൽക്കാത്തതുകൊണ്ടാണ് തോന്നുന്നത്, ഒരു എന്തെല്ലോ ഒരു ഫീലിങ്സാണ്. നമ്മളങ്ങനെ നിന്നിട്ടില്ലല്ലോ ഇങ്ങനെ ഒന്നില്ലെങ്കിൽ എപ്പോൾ ഇങ്ങനെ ഞാനെന്ന് വെച്ചാൽ
എപ്പം പുറത്ത് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. എന്തെങ്കിലും ഉണ്ടാവും ഫ്രണ്ട്സിൻ്റെ കൂടെയോ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് പുറത്ത് പോകും. ഇങ്ങനെ അടഞ്ഞിട്ട് എന്താ പറയുക ഒരേ കാര്യം ചെയ്ത് അടഞ്ഞു കുത്തിരിക്കുന്ന ഒരാളേ അല്ല. അതുകൊണ്ട് ഭയങ്കരമായിട്ട് എന്തൊക്കെയോ ഒരു മിസ്സിങ് ആണ്. ഇൻഷാ അല്ലാഹ് ഒക്കെ ശരിയാവുമായിരിക്കും. എന്തായാലും ഞാൻ ഒരു കുറച്ച് ഒരു പെരുന്നാളൊക്കെ കഴിയുന്നവരേ ഉണ്ടാവുള്ളൂ ഈ ഒരു ഓട്ടപ്പാച്ചിൽ. അത് കഴിഞ്ഞാൽ ഞാൻ പിന്നെയും എൻ്റെ ക്ലാസ്സും കാര്യങ്ങൾ ഇപ്പോൾ ക്ലാസ് നടക്കുന്നുണ്ട്. ഞാൻ ഇതിന് മുന്നേ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു കോഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കോഴ്സ് അങ്ങനെ നടക്കുന്നുണ്ട് ഓൺലൈനായി ഇപ്പോൾ ആയതുകൊണ്ട് തന്നെ അതതിൻ്റെ വഴിക്ക് നടക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ യൂട്യൂബിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് എനിക്ക് ഏറ്റവും വലിയ സങ്കടം. ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നാലും ഞാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് ഞാൻ യൂട്യൂബിൽ വ്ളോഗ്സോ വീഡിയോസ് ഷോർട്സൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് ഇടാൻ ഞാൻ ശ്രമിക്കലുണ്ട്. അപ്പം കുറച്ച് ഈ ഒരു ഗ്യാപ്പ് വരെ എന്തായാലും അങ്ങനെയൊക്കെ തട്ടിമുട്ടി അങ്ങനെയൊക്കെ എന്തായാലും പോവുള്ളൂ. അത് കഴിഞ്ഞിട്ട് നല്ല നല്ല വ്ളോഗും കാര്യങ്ങളൊക്കെ ഇപ്പം റമദാൻ സീരീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് അത്യാവശ്യം നല്ല വ്യൂവേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ തട്ടിമുട്ടിയും വ്ളോഗ് ഇടുന്നതുകൊണ്ടാണ് തോന്നുന്നു വ്യൂവേഴ്സ് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേങ്കിൽ എന്താ പറയുക പിന്നെ അങ്ങനെ കാണുമ്പോൾ എന്തോ ഒരു സങ്കടമാണ്. നമ്മൾ കഷ്ടപ്പെട്ട് ഇങ്ങനെ വ്ളോഗൊക്കെ എടുത്ത് കുറച്ച് വ്യൂവേഴ്സൊക്കെ കൂടി കയറി കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമായി. ഇപ്പം ഇങ്ങനെ വ്ളോഗ് ചെയ്യാണ്ട് തന്നെ വ്യൂവേഴ്സ് കുറയുമ്പോൾ ഭയങ്കര ഒരു സങ്കടം. പക്ഷേ എങ്കിലും അൽഹംദുലില്ലാഹ് ഷോർട്സിൽ സെറ്റായിട്ട് പോകുന്നുണ്ട്. ഇനി അതേപോലെ തന്നെ വ്ളോഗും എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. അതേപോലെ നമ്മുടെ ചാനലിൽ കുറച്ച് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ വാച്ച് ചെയ്യുന്നുണ്ട്. അവരെന്താക്കുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുക. പിന്നെ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസാണ് കാണാൻ ഇഷ്ടമുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും എനിക്ക് താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ എന്തെല്ലോ പറയാൻ വന്നിരിക്കുന്നു, സംഭവം മറന്നുപോയി. പിന്നെ അതന്നെ നമ്മൾ വീഡിയോസിൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന ആൾക്കാർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ, ചെയ്തിട്ട് കാണുക. പിന്നെ നിങ്ങളെ കമൻസും കാര്യങ്ങളൊക്കെ അറിയിക്കുക. അതായത് എങ്ങനത്തെ വീഡിയോസ് ചെയ്യണം, എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എന്താക്കുക താഴെ കമൻറ്റ് ചെയ്ത് പറയുക. ഇപ്പം ഷോർട്സ് ആണെങ്കിലും എങ്ങനത്തെ ഷോർട്സ് വേണം, ഇപ്പം റമദാനൊക്കെ കാര്യങ്ങളൊക്കെ ആണ്, അപ്പോൾ ഇങ്ങനത്തെ ഷോർട്സ് വേണം. ഇപ്പം നിങ്ങൾക്ക് ഷോപ്പിലെ ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയണമെങ്കിൽ അല്ലെങ്കിൽ ഡ്രസ്സിൻ്റെ സംഭവങ്ങളും ഒക്കെ അറിയണമെങ്കിൽ അങ്ങനെയാണെങ്കിൽ അങ്ങനെ താഴെ കമൻറ്റ് ചെയ്യുക. എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ എന്തായാലും വ്ളോഗ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ഞാൻ എന്താ പറയുക എന്തായാലും ഞാൻ അതിന് ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും എന്താക്കുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് വാച്ച് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ വരുന്നതിലേക്കും ബൈ ഗായ്സ്. ഇനി പോയിട്ട് കിടന്നിറങ്ങട്ടെ കേട്ടോ, നല്ല ക്ഷീണമുണ്ട് കണ്ടില്ലേ. ഇപ്പം ഞാൻ വ്ളോഗ് എടുക്കുന്നതിന് ഞാൻ പറഞ്ഞ സമയം ഇപ്പം 9 അല്ല 10 മണി കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു സമയത്താണ് ഞാൻ വ്ളോഗ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ബൈ ഗായ്സ്.